ഒരാൾ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ ചെന്ന് കാണണം എന്ന് തീരുമാനിക്കുന്ന സമയം ഏതായിരിക്കും? അതെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? ഒരു സൈക്കാട്രിക് പ്രോബ്ലംസ് ആണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുക നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സിന് അല്ലെങ്കിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെയാണ്. അതായത് നിങ്ങൾ ഒരു റുട്ടീൻ ശൈലി ഉണ്ടാവും. ആ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രകടിപ്പിക്കുകയോ നിങ്ങളുടെ സ്വഭാവത്തിലോ ഭാവത്തിലോ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംതിങ് റോങ് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. കാരണം നിങ്ങളിപ്പോൾ അനൂപ് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോലിയിൽ നിങ്ങൾ വളരെ നൈപുണ്യനാണ്, വളരെ കഴിവ് തെളിയിച്ച ഒരാളാണ്. അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു മെക്കാനിക്കലായിട്ട് പോലും നിങ്ങൾ ചെയ്തു പോകുന്നൊരു കാര്യമാണ്. കുറേ കാലങ്ങളായിട്ട് ആ ഫീൽഡിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് അതിൽ മിസ്റ്റേക്സ് വരികയും തെറ്റുകൾ വരിക, അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളോടൊക്കെ വളരെ അബ്നോർമലായിട്ട് പെരുമാറുക, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ചില ആളുകൾക്ക് ഇൻസൈറ്റ് ഇല്ലാത്തതുകൊണ്ട്, സ്വയം ഉള്ളറിവില്ലാത്തതുകൊണ്ട് അവർക്കൊരു അസുഖമാണെന്ന് അവർക്ക് തോന്നിയേക്കണം എന്നില്ല. അപ്പോൾ നമ്മളൊപ്പം നിൽക്കുന്ന കോവർക്കേഴ്സിനോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ ആണ് അറിയുക എനിക്ക് എന്തോ ഒരു സംതിങ് റോങ്, സാധാരണ ഇയാളുടെ നേച്ചർ ഇങ്ങനെയല്ല, എന്തോ ഒരു പാകപ്പിഴ വന്നിട്ടുണ്ട് എന്ന്. ആ സമയത്ത് നമ്മളൊരു പ്രൊഫഷണലായിട്ടുള്ള ആളെടുത്ത്, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈസി ആയിട്ട് അതിന് പുറത്തു ചാടാൻ പറ്റും.